വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഈ ഒരു ഈവിൾ ഡെഡ് ബേൺ എന്ന് പറയുന്ന ഈ ഒരു മൂവി. ഒരുപക്ഷെ ഈ ഒരു സീരീസിൽ നേരത്തെ വന്ന മൂവിയേക്കാളും അത്യാവശ്യം നല്ല ഗംഭീര എക്സ്പീരിയൻസ് നൽകുന്ന ഒരു മൂവി കൂടിയാണ്. ഞാൻ ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കിഡിലൻ ആയിട്ടാണ് ആ ഒരു ഫസ്റ്റ് പാർട്ട് എനിക്ക് വളരെ ഒരു എഫക്റ്റ് കിട്ടിയൊരു സംഭവമായിരുന്നു. അല്ലാതെ ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സാം റെയ്മിയാണ്. അതുകൊണ്ട് തന്നെ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആ പേരൊന്ന് ഓർത്ത് വെച്ചോളൂ, സെബാസ്റ്റ്യൻ വാൻസെക് എന്ന് പറയുന്ന നേരത്തെ ഇൻഫെസ്റ്റഡ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്ത ഡയറക്ടറാണ്. വളരെ കിഡിലനായിട്ടാണ് ഈ ഒരു സിനിമയുടെ നറേഷൻ പോകുന്നത്. സോ ആദ്യത്തെ സീൻസ് തൊട്ട് പല പല സംഭവങ്ങൾ ഈ ഒരു മൂവിയിൽ വരുന്നത് അതൊരു ടെറിഫൈ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള സംഭവങ്ങൾ വളരെ ഗംഭീരമായിട്ടാണ് ആ ഒരു നറേഷൻ പോകുന്നത്. അത് സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ്. സോ ഈ ഒരു ആക്ടേഴ്സിൻ്റെ ആക്ടിങ് ആണെങ്കിലും ഈ ഒരു BGM ബാക്ക്ഗ്രൗണ്ട് വർക്കും അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, ഒരു ഗ്രാൻഡ് മദറിൻ്റെ ഒരു കോമഡിയൊക്കെ പറയുന്നത്, അതൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൽ. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സൗണ്ട് മിക്സിംഗ് ആണെങ്കിലും ബാക്കിയുള്ള ഈ ഒരു ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും ഈ ഒരു ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം തന്നെ അതിഗംഭീരമായിട്ടാണ് സ്ക്രീനിൽ വരുന്നത്. അത് കാണാൻ തന്നെ നല്ലൊരു രസം ഉണ്ടായിരുന്നു. അത് സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വേറൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് വൈസ് ഈ ഒരു ക്യാരക്ടേഴ്സ് നമുക്കിപ്പോൾ ഒരാളെ അടി കൊള്ളുന്നതാണെങ്കിൽ ആ ഒരു അടി കൊണ്ടുന്ന ആ ഒരു റിയാക്ഷൻ കാണുമ്പോഴത്തേക്കാണ് ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. സോ ഒരു ഹൊറിഫൈ ചെയ്യുന്നത് മൊത്തം ഈ ആക്ടേഴ്സിൻ്റെ റിയാക്ഷനിൽ കൂടിയാണ്. അത് വളരെ ഗംഭീരമായിട്ട് പല ആക്ടേഴ്സും ഈ ഒരു മൂവിയിൽ വർക്ക് ചെയ്യുന്ന പല ആക്ടേഴ്സും എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹൊറിഫൈ ചെയ്യുന്ന സീൻസിലെ ആ ഒരു സൗണ്ട് മിക്സിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ബാക്കിയുള്ള ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡിൻ്റെ എൻ്റയർ സംഭവങ്ങളാണെങ്കിലും സോ ഒരു മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു പല ഹൊറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം തന്നെ അതിഗംഭീരമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതാണ് ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആക്കുന്നത്. സോ ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ നമുക്കറിയാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ഒരു നല്ല രസമുണ്ടായിരുന്നു സ്ക്രീനിൽ കാണാനായിട്ട്. സോ നമുക്കറിയാം ഈ ഒരു ഹൊറർ സംഭവം എന്ന് പറയുന്നത് തന്നെ ഇല്ലാത്തൊരു സാധനമുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്തൊരു എഫക്റ്റാണ് ഈ ഒരു മൂവി നൽകുന്നത്. ഈവിൾ ഡെഡ് ബേൺ എന്ന് പറയുന്ന ഈ ഒരു സിനിമ നേരത്തെ ആണെങ്കിൽ ഈവിൾ ഡെഡ് റൈസ് അത്ര വലിയ സംഭവമല്ലായിരുന്നു. ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിന് മുമ്പ് ഇറങ്ങിയ മൂവി അത്യാവശ്യം നല്ലതായിരുന്നു. സോ അങ്ങനെ ഒരു വലിയൊരു ഫ്രാഞ്ചൈസാണ്. 1981 സ്റ്റാർട്ട് ചെയ്ത ഒരു ഫ്രാഞ്ചൈസാണിത്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു എഫക്റ്റീവ് ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. ക്ലൈമാക്സ് അതാണോ ഇതാണോ എന്ന് നോക്കിയിരിക്കുമ്പോഴത്തേക്കും പിന്നെയും ഓരോ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന കാണാൻ തന്നെ ഒരു രസം ഉണ്ടായിരുന്നു. അതിനോട് തന്നെ ഇൻ്റർവെൽ ബ്ലോക്ക് ആണെങ്കിലും നമുക്കറിയാം ഹോളിവുഡ് സിനിമ ഇൻ്റർവെൽ ബ്ലോക്കിൽ, പക്ഷേ ഇവിടെ ഇൻ്റർവെൽ വരുന്ന സംഭവങ്ങളാണെങ്കിലും നമ്മൾ ടെറിഫൈ ആവുന്ന പല ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പല സീക്വൻസസും നമ്മൾ ബ്രെത്ത് രീതിയിലുള്ള സീക്വൻസസ് ഒക്കെ ഉണ്ട്. നമുക്കങ്ങനെ ഹൊറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഒന്നുമില്ലാത്തൊരു സംഭവമാണ് ഈ ഒരു ഹൊറർ സിനിമയുടെ മെയിൻ സംഭവങ്ങൾ. കാരണം അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. സോ അത് ബേസ് ചെയ്താണ് ഇവർ ആക്ട് ചെയ്യാനായിട്ട്. അതിൽ ഇവരുടെ ആക്ടിങ് എത്ര ഗംഭീരമാവുന്നു, ഡയറക്ഷൻ എത്ര ഗംഭീരമാവുന്നു, മേക്കിങ്ങും സൗണ്ട് മിക്സിങ്ങും ഒക്കെ എത്ര ഗംഭീരമാവുന്നു, അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട്. സോ ആ ഒരു രീതിയിൽ ഏറ്റവും ഗംഭീര ഔട്ട്പുട്ട് നൽകുന്ന ഒരു ടെറിഫൈ ചെയ്യുന്ന ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഈ ഒരു സിനിമ. സോ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഇതിപ്പം തിയേറ്റേഴ്സിൽ അവൈലബിൾ ആണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക.